ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിളിക്കൂടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ കിളികളുടെ വേസ്റ്റൊക്കെ മാറ്റാനായിട്ട് നമ്മൾ കിളിക്കൂട് താഴത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നോക്കിയിരിക്കുന്ന ഡീസൻ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ അക്കുകൂട്ടം കസേരയിൽ കേട്ടോ. അപ്പോൾ ഇത് അതിൽ പഴയ പേപ്പറൊക്കെ നമ്മൾ മാറ്റിയിട്ട് പുതിയതായിട്ട് പേപ്പറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഡീസൻ്റൊക്കെ മാറിയിട്ട് അക്കുകൂട്ടം താഴത്തേക്ക് ഇറങ്ങിട്ടോ. ഇതേ കിളികളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ ഇറങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ ഇതേ ഫോൺ എടുത്തിട്ട് ആൾ ഫോൺ ചെയ്യണം കേട്ടോ. ഹലോ വിളിച്ചിട്ട് ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യാണ്. കിളികളുടെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞത് ഈ കിളികളെ പേടിച്ച് പറിച്ചിരിക്കുകയാണ്. നമ്മുടെ അക്കുകൂട്ടൻ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെന്നെ തട്ടിക്കൊടുക്കുന്നുണ്ട്, ഉന്തിയിടാൻ നോക്കുന്നുണ്ട് കിളിക്കൂട് താഴത്തേക്ക്. കിളികൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്ന് അക്കുകൂട്ടനെ പേടിച്ച് ചിറകടിച്ച് നടക്കണം കേട്ടോ. അവൻ ആ സൈഡിലേക്ക് ചെല്ലുമ്പോൾ കിളികൾ ഈ സൈഡിലേക്ക് മാറിയിരിക്കണം. കണ്ടോ, കൂടിൻ്റെ മേലെ ഇരുന്ന് തല്ലുകയൊക്കെ ചെയ്യാണ്. നമ്മുടെ കിളികൾ നല്ല കുറുമ്പന്മാരാണ് കേട്ടോ. കണ്ണ് തെറ്റി കഴിഞ്ഞാൽ എങ്ങനെയും കമ്പിയുടെ ഉള്ളിൽ കൂടിയൊക്കെ അവർ പുറത്തേക്ക് പോവുള്ളൂ. പിന്നെ അക്കുകൂട്ടൻ ആ നെറ്റിൻ്റെ ഇടയിൽ കൂടെ കയ്യൊക്കെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാമെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നന്നായി കൊത്തുന്ന കിളികളാണ്, അതുകൊണ്ട് നമുക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതാണ്ടോ നമ്മൾ പച്ചക്കിളി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അതിൻ്റെ വാതിൽ തുറന്നിട്ട് ഫുഡൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പാപ്പ കണ്ടപ്പോൾ അവൻ്റെ പാപ്പ കിളികൾക്ക് വെച്ച് കൊടുക്കുകയെന്ന് വെച്ചിട്ട് കൈ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാനൊക്കെ നോക്കണം കേട്ടോ. പക്ഷെ അത് കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദനയാണ്. ഇത് കണ്ടോ അക്കു കാണിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് തുളസിയിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ കിളികൾക്ക് വേണ്ടിയിട്ട്. ഇതാ കണ്ടോ, ചാമയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കഴിക്കാനായിട്ട് അവർക്ക്. തെക്കു പാപ്പെടുക്കാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ നമ്മൾ കേക്കൊക്കെ അന്ന് കുഞ്ഞിന്റെ പിറന്നാളിന് ആരുമില്ല, അവള് മാത്രമേ ഉള്ളൂ. അപ്പൂന്റെ പിറന്നാളിന് മാള് മാത്രമേ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായി നമ്മൾ പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ അക്കു നല്ല ദേഷ്യത്തിലാണ് കേട്ടോ ഫുഡ് വരാത്തതിൽ. അവന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ പ്ലേറ്റൊക്കെ വാങ്ങി, അല്ലെങ്കിൽ അവിടുത്തെ ആ പ്ലേറ്റൊക്കെ പൊട്ടിച്ച് നമ്മുടെ കയ്യിൽ തരും. പിന്നെ നമ്മുടെ മാളുകുട്ടി ഹാപ്പി കേട്ടോ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ല സന്തോഷമായൊരു ദിവസമായിരുന്നു കേട്ടോ. പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു, കുട്ടികളായാലും നല്ല ഹാപ്പിയായി. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.